ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഷർബിത് താജ് infocity edu-media'യുടെ അടുത്ത വീഡിയോയുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് വേണ്ടിയുള്ളതാണ്. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് നെക്സ്റ്റ് വീക്ക് എക്സാം ആണ്. അപ്പോൾ എക്സാമിനോടനുബന്ധിച്ചുള്ള ഒരു ക്വിക്ക് റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള റിവിഷൻ, എല്ലാ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പവർ പാക്ഡ് വിഷൻ നമുക്കിതാ കാണാം. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാം. അപ്പോൾ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ആ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ C++ ആണ് കഴിഞ്ഞ +1 ചാപ്റ്റർ 6 മുതൽ നമ്മൾ C++ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിവ്യൂ C++ പ്രോഗ്രാമിംഗ് നമ്മൾ എന്തൊക്കെ നോക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ആദ്യം തന്നെ നമുക്ക് ഡേറ്റ ടൈപ്സിന് മുമ്പ് നമുക്ക് ക്യാരക്ടർ സെറ്റ് നോക്കാം. ആദ്യമേ നമുക്ക് ക്യാരക്ടർ സെറ്റ് നോക്കാം. എന്താണ് ക്യാരക്ടർ സെറ്റ്? ഓൾ വാലിഡ് ക്യാരക്ടേഴ്സിന് C++ൽ അംഗീകാരമുള്ള എല്ലാ ലെറ്റേഴ്സും C++ൻ്റെ ക്യാരക്ടർ സെറ്റാണ്. അതിനകത്ത് ലെറ്റേഴ്സ് ഉണ്ട്, ഡിജിറ്റ്സ് ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ ലെറ്റേഴ്സും ക്യാരക്ടേഴ്സും സിമ്പിൾസും എല്ലാം ചേരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ സെറ്റ് തുടങ്ങി പിന്നെ നമ്മൾ ടോക്കൺസിലേക്ക് പോകുന്നു. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോക്കൺസ് ആർ ദ സ്മോളസ്റ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ്, ലെക്സിക്കൽ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടോക്കൺസ് എന്ന് വിളിക്കുന്നു. അതിൽ കീവേഡ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ലിറ്ററൽസ് ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, പഞ്ച്വേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്സ് ആണ്. നമുക്കറിയാം ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഫണ്ടമെന്റൽ ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഉണ്ട്. അത് ഈ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇൻറ്റ്, ചാറ്, ഫ്ലോട്ട്, ഡബിൾ വോയിഡ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അറൗണ്ട് ഒരു 6 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. റിട്ടേൺ, ഗോ ടു, ജമ്പ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവ്യൂ ചെയ്തുകൊണ്ട് പോകണം. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് നിങ്ങൾക്ക് അറിയാം, സ്റ്റാർ, റിപ്പീറ്റ് ആയിട്ടുള്ള 2 ലൂപ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റാർ, 1, 2, 3 സീരീസ്, ഇങ്ങനെയൊക്കെയുള്ള സീരീസുകളാണ് നെസ്റ്റഡ് ലൂപ്പിൽ വരുന്നത്. അതിന് സംബന്ധമായ 2 മാർക്കിൻ്റെ ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്നുള്ള 1ാമത്തെ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായി നമ്മൾ ക്യാരക്ടർ സെറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ ടോക്കൺസിലേക്ക് പോകുന്നു. ടോക്കൺസ് 5 വരെ നമ്മൾ മെൻഷൻ ചെയ്തതിനു ശേഷം നമ്മൾ ഡേറ്റ ടൈപ്സിലേക്ക് പോകുന്നു. ഡേറ്റ ടൈപ്സ് നമ്മൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തിലേക്ക് പോയി? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോയി. റിട്ടേൺ, ഗോ ടു, ജമ്പ്, ബ്രേക്ക്, കണ്ടിന്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നിങ്ങളൊന്ന് ഒരു ആവർത്തി വായിച്ച് നോക്കിയതിന് ശേഷം വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. അതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നെസ്റ്റഡ് ലൂപ്പ്. ഇത്രയായതുകൂടി നമ്മൾ ചാപ്റ്റർ 1 റിവ്യൂ C++ പ്രോഗ്രാമിംഗ് നമ്മൾ തീർക്കുവാണ്. കാരണം നമുക്ക് സമയപരിമിതിയുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റു കാര്യങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ 2 പോകുന്നു, അറേസിലേക്ക് പോകുന്നു. ചാപ്റ്റർ 2 അറേ. എന്താണ് അറേ എന്ന് പറഞ്ഞാൽ? അറേ ഇസ് എ ഗ്രൂപ്പ് ഓഫ് എന്താണ്? കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെ നമ്മൾ എന്താണ്? സ്റ്റോർ ചെയ്യാണ് അല്ലേ? ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് എലമെൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ന് വിളിക്കുന്ന അറേ എന്ന് പറയുന്നത്. ഒരു സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അറേയുടെ ഡെഫിനിഷൻ അല്ലേ? ഒരേ ടൈപ്പ് എലമെൻറ്റ് നമുക്കൊരു സെയിം ടൈപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ള എന്താണ് ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അറേ എന്നുള്ള ചാപ്റ്ററിൽ അത് നോക്കുക. പിന്നെ അത് തന്നെ അറേയുടെ ക്രിയേഷൻ, അറേ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, അറേനെയും സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ എന്താണ്? സൈസ് ഓഫ് അറേ. അപ്പോൾ ഡേറ്റ ടൈപ്പ് നമുക്ക് ഇൻറ്റു കൊടുക്കാം, ഇൻറ്റിജർ അറേ ക്രിയേറ്റ് ചെയ്യാം, ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യാം, ഫ്ലോട്ടിംഗ് അറേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡേറ്റ ടൈപ്പ് കൊടുക്കുക. അറേനെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, A എന്നോ B എന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാം. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? സൈസ് ഓഫ് അറേ കൊടുക്കുക. അതിൽ തന്നെ നമ്മൾ ആ സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, അറേയുടെ ഇനിഷ്യലൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോകണം. പിന്നെ ചിലപ്പോൾ ജസ്റ്റ് ഒരു ഇൻറ്റിജർ അറേ, ഒരു 10 കുട്ടികളുടെ മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻറ്റിജർ അറേ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേയിലേക്ക് വാല്യൂസിനെ എൻ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അറേയിലേക്ക് വാല്യൂസിനെ നമ്മൾ ഔട്ട്പുട്ട് വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യുന്നത്, ഇൻപുട്ട് ചെയ്യുന്ന, ഔട്ട്പുട്ട് ചെയ്യുന്നതും അറേയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോകണം. അതിൽ തന്നെ നമ്മൾ ട്രാവേഴ്സൽ ഓഫ് അറേ. എന്താണ് ട്രാവേഴ്സൽ ഓഫ് അറേ? വിസിറ്റിംഗ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ. അറേയിലെ ഓരോ എലമെൻറ്റുകളെയും വിസിറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്ന? ട്രാവേഴ്സൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രാവേഴ്സൽ നോക്കുക. ജസ്റ്റ് ഒരു അറേ ക്രിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് അറേ ചോദിക്കാം. ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. അറേയിൽ എന്ത് ചെയ്യുന്നത്? വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യാം. അതേ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് വാല്യൂസിനെ എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ആ ഒരു അറേ ക്രിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറേയുടെ പ്രോഗ്രാംസ് വേണമെന്നുണ്ടെങ്കിൽ, ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അറേയുടെ പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്ത് തരാം? നമുക്ക് വീഡിയോസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ
അറേസിൻ്റെ ട്രാവേഴ്സൽ റിവേഴ്സലൊക്കെ നമ്മൾ പറഞ്ഞു, റിവേഴ്സൽ പ്രിൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. അതിനുശേഷം നമ്മൾ പോകുന്ന ചാപ്റ്റർ 3 ഫംഗ്ഷൻസിലേക്കാണ്. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്തൊരു കാര്യം ഏതൊരു കുഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ എന്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഫംഗ്ഷൻസിനായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫംഗ്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്ന മോഡുലാർ പ്രോഗ്രാമിംഗ് ഇല്ലേ. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്? ഒരു ലാർജ് പ്രോഗ്രാമിംഗ് അല്ലേ, നമുക്ക് കുഞ്ഞു മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ. എബിലിറ്റി ഓഫ് ഡിവൈഡിങ് എ ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ സബ് മൊഡ്യൂൾസ്. കുഞ്ഞു മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വലിയ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, മോഡുലാരിറ്റി അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന് വിളിക്കാം. ആ കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നു. അത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയും പറയുന്നു. എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഡേറ്റയും ഫംഗ്ഷനെയും കൂടെ ചേർത്ത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത. മാക്സിമം എന്ത് ചെയ്യുക, ഡേറ്റയെ ഹൈഡ് ചെയ്ത് ഫംഗ്ഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഡേറ്റയെ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സ്വീകരിച്ചിരിക്കുന്നത്. മോഡുലർ പ്രോഗ്രാമിംഗ് അങ്ങനല്ല, വലിയൊരു പ്രോഗ്രാമിന് കുഞ്ഞു മൊഡ്യൂളായിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഡേറ്റ എപ്പോഴും എന്തായിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മോഡുലർ പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഡേറ്റയെ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫംഗ്ഷനെ മുന്നിൽ നിർത്തി ഡേറ്റയും ഫംഗ്ഷനെയും കൂടെ ഒറ്റ യൂണിറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്താണ് പറഞ്ഞു പോവുകയാണ് അല്ലേ. അപ്പം അതേപോലെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് പല ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. STR-LEN ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്, സ്ട്രിംഗിൻ്റെ ലെങ്ത് കാണാൻ വേണ്ടിയുള്ളത്. STR-CPY ഫംഗ്ഷൻ കോപ്പി, ഒരു സ്ട്രിംഗിൽ നമ്മൾ ഒരു സ്ട്രിംഗിൽ നിന്ന് മറ്റൊരു സ്ട്രിംഗിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാം. STR-CMP നമുക്കതിന് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോൾ LEN, CPY, CMP അങ്ങനെയുള്ള സ്ട്രിംഗ് ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, STR-CAT കോൺകാനേറ്റ് ചെയ്യുക, ഒരു സ്ട്രിംഗിനെ എന്ത് ചെയ്യുക, മറ്റൊരു സ്ട്രിംഗായിട്ട് അപ്പൻഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അപ്പോൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചുകൊണ്ട് പോകുന്നതാണ്. STR-LEN കാണുമ്പോഴേ ഓർക്കുക ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ആണ്. CPY കാണുമ്പോഴേ ഓർക്കുക കോപ്പി ചെയ്യാനാണ്. CAT കാണുമ്പോഴേ ഓർക്കുക കൂട്ടിച്ചേർക്കാനാണ്. CMP കാണുമ്പോൾ ആലോചിക്കുക കമ്പയർ ചെയ്യാനുള്ളതാണ്. ആ സ്ട്രിംഗ് ഫംഗ്ഷൻസ് കഴിഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിലേക്ക് പോകുന്നു. അബ്സൊല്യൂട്ട് വാല്യൂ കാണാനും പവർ ഫംഗ്ഷൻ കാണാനും സ്ക്വയർ റൂട്ട് കാണാനും ഒക്കെയുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. ക്യാരക്ടർ ഫംഗ്ഷൻസ് ഉണ്ട്. ആ ക്യാരക്ടർ ഫംഗ്ഷനിൽ ക്യാരക്ടറിനെ ഇൻറ്റിജറിലോട്ട് ആക്കാനുള്ള ഫംഗ്ഷൻസ്, ഇൻറ്റിജറിനെ ക്യാരക്ടർ ആക്കാനുള്ള ഫംഗ്ഷൻസ്, A to I, I to A എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇൻറ്റിജർ ടു ആൽഫബറ്റ്, ആൽഫബറ്റ് ടു ഇൻറ്റിജർ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോവുക. സ്ട്രിംഗ് ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യനുകളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫംഗ്ഷൻസിലേക്ക് നോക്കുക. പിന്നെ നമ്മൾ പോകുന്ന ഫംഗ്ഷൻസിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിലേക്കാണ്. പ്രീ ഡിഫൈൻഡ് കഴിഞ്ഞാൽ പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന് യൂസർ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുന്ന, വളരെ എളുപ്പത്തിൽ യൂസറിന് സ്വന്തമായി ക്രിയേറ്റ് ആവുന്ന ഫംഗ്ഷൻസ് ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് 2 രീതി നമ്മൾ ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ട്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഒരുപാട് തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പലരും പറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷനെ വാല്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട് പാസ് ചെയ്യുന്ന രീതിയിൽ കോൾ ചെയ്യുന്ന വാല്യൂവിനെ പാസ് ചെയ്തുകൊണ്ട്, ഡമ്മി വാല്യൂവിനെ പാസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. റെഫറൻസിൽ എങ്ങനെയാണ് നമ്മളൊരു ഡമ്മി വാല്യൂവിനെ പാസ് ചെയ്ത് നമ്മളെ മെമ്മറി തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അപ്പം ആക്ച്വൽ വാല്യൂവിൽ എന്ത് മാറ്റം ഉണ്ടായാലും ഫോർമൽ വാല്യൂവിൽ അത് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോവുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ ഫംഗ്ഷൻസിൻ്റെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ അപ്പ് ചെയ്യും. അപ്പോൾ ഫംഗ്ഷൻസിൽ നമ്മൾ മോഡുലർ പ്രോഗ്രാമിംഗ് പറഞ്ഞു. മോഡുലർ പ്രോഗ്രാമിംഗ് കഴിഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പറഞ്ഞു. ഡേറ്റയെ മാക്സിമം സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിലേക്ക് പോയി. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് കമ്പ്യൂട്ടറിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. അതിൽ നമ്മൾ STR-LEN സ്ട്രിംഗ് ഫംഗ്ഷൻസ്, കോപ്പി പറഞ്ഞു, ലെങ്ത് കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് പറഞ്ഞു, ക്യാരക്ടർ ഫംഗ്ഷൻസ് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ നോക്കാതെ പോകരുത്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇതൊക്കെ. ഇതെല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ് യൂസർ ഡിഫൈൻഡ് ആണ്. അതിൽ അതിൻ്റെ 2 ടൈപ്പ് ഓഫ് മോഡ് ഏതാണ്, കോൾ ബൈ വാല്യൂം, കോൾ ബൈ റെഫറൻസ്. വാല്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഡമ്മി വാല്യൂവിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് കോൾ ചെയ്യുന്നതും, അതേപോലെ തന്നെ നമ്മളെ റെഫറൻസിന്, നമ്മളെ മെമ്മറിയെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന കൺസെപ്റ്റും. ആ 2 കൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഇതോടുകൂടി ചാപ്റ്റർ 3 എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു വിധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയാണ്. വെബ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അവിടെ നമ്മൾ ഒരു വെബ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വെബിനെ പറ്റിയുള്ള പഠനമല്ലേ, വെബ് പേജിനെ പറ്റിയുള്ള വിവിധ കാര്യങ്ങൾ. അപ്പോൾ അവിടെ വെബ് സെർവർ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് സെർവർ എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മളെ പലവിധ ഡേറ്റകളെല്ലാം ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടറിനെ അല്ലേ, വളരെ ബാൻഡ് വിത്തും വളരെ അധികം നല്ല മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു പവർഫുൾ കമ്പ്യൂട്ടറിനെ നമ്മൾ വെബ് സെർവർ എന്ന് വിളിക്കുന്നത്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അല്ലേ,
അല്ലേ? ക്ലയൻറ്റ് ടു സെർവറും സെർവർ ടു സെർവറും ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഓതൻറ്റിക്കേഷൻ വേണം. നമ്മൾ ഒരു FBയിലോ ജിമെയിലൊക്കെ കയറുമ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡോ കൊടുത്ത് കയറുന്ന കണക്ക് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിനും അതേപോലെ എന്താണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് മൂന്നാമത്തെ ഒരു പാർട്ടിലേക്ക്, അതായത് നമ്മളിപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുമ്പോൾ ബാങ്ക് സെർവറായിട്ടാണ് നമ്മൾ പിന്നെ ആക്ട് ചെയ്യുന്നത്. വളരെ പക്കായിട്ടുള്ള ഓതൻറ്റിക്കേഷനാണ് എന്തുവാണ് അതിനും എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് ഡെസ്ക്ടോപ്പ് റിക്വയർ ഓതൻറ്റിക്കേഷൻ വലിയ ഓതൻറ്റിക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വേണം. എന്നാൽ നമ്മൾ ചില കേസുകളിൽ കൊടുക്കാറുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഓതൻറ്റിക്കേഷൻ മസ്റ്റായിട്ട് വേണം അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ എന്തിലേക്ക് പോവുകയാണ്? വെബ് ടെക്നോളജിയിൽ നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജിലേക്കാണ് പോകുന്നത്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കണ്ടൻറ്റ്സ് എപ്പോഴും സെയിം ആയിരിക്കും. കണ്ടൻറ്റുകൾ എന്ത് ചെയ്യത്തില്ല, ഫിക്സ്ഡ് ആണ്, കണ്ടൻറ്റ് ഇങ്ങനെ മാറുകയില്ല. അങ്ങനെയുള്ള വെബ് പേജാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്ന. എന്നാൽ ഡൈനാമിക് വെബ് പേജിലോ കണ്ടൻറ്റുകൾ ഇങ്ങനെ മാറി ഡേറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടൻറ്റുകൾ ഇങ്ങനെ എന്ത് ചെയ്തേ വരും? മാറി വരും. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജിൽ കണ്ടൻറ്റ്സ് റിമെയിൻ സെയിം. സ്റ്റാറ്റിക് വെബ് പേജ് മാറ്റമില്ലാത്ത പേജാണ്, കണ്ടൻറ്റ്സ് സെയിം ആയിട്ടാണ്. ഡൈനാമിക് വെബ് പേജ് എന്താണ്? കണ്ടൻറ്റുകൾ ഇങ്ങനെ മാറി വരും. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് വെബ് പേജിന് ഡേറ്റാബേസ് വേണ്ട, ഡൈനാമിക് വെബ് പേജ് ഡേറ്റാബേസ് വേണം. കോസ്റ്റ് കൂടുതലും ഡൈനാമിക്കിനാണ്, സ്റ്റാറ്റിക്കിന് അത്രയധികം എന്താണ് കോസ്റ്റ് വേണ്ട. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒന്നുണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ജാവയും ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. അതേപോലെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് PHP ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ പേരുകളെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് വായിച്ചുകൊണ്ട് പോവുക. അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞത് DNS ഡൊമൈൻ നെയിം സിസ്റ്റം. DNS എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നുള്ള DNSൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക. അതിലെ പോർട്സ് നമ്പേഴ്സ് എല്ലാം ഒന്ന് വായിച്ചുകൊണ്ട് പോവുക. പിന്നെ CSS കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അതൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാസ്കാഡിംഗ് സ്റ്റൈൽ നമ്മളെ വെബ്സൈറ്റിനെ മോർ ബ്യൂട്ടിഫുൾ ആക്കി നല്ല സ്റ്റൈലൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് CSS കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അത് എന്തെങ്കിലും നോക്കിക്കൊണ്ട് പോവുക. പിന്നെ നമ്മൾ കുറേ HTML ടാഗുകളെ പറ്റി പരിചയപ്പെടുന്നു. HTML ഓപ്പൺ ടാഗ്, കണ്ടെയ്നർ ടാഗ് അല്ലേ? ഓപ്പൺ ടാഗ് ഉണ്ട്, കണ്ടെയ്നർ ടാഗ്സ് ഉണ്ട്, MD ടാഗ്സ്, കണ്ടെയ്നർ ടാഗ്സ്. നമുക്ക് ക്ലോസിങ്ങും ഓപ്പണും വരുന്ന പെയർഡ് ആയിട്ടുള്ള ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്നും അല്ലാത്ത ടാഗുകളെ നമ്മൾ ഓപ്പൺ ടാഗ് എന്നും വിളിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതേപോലെ അത് നമ്മുടെ ഡിഫറൻസ് അല്ലേ? P ടാഗും BR ടാഗ് നമ്മൾ ലൈൻ ബ്രേക്കിനും, P ടാഗ് പാരഗ്രാഫിനും വേണ്ടി ഉപയോഗിക്കുന്ന കുറേ ടാഗാണ്. മാർക്യൂ ടാഗ് ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ബോൾഡ്, B ടാഗ്, I ടാഗ്, ഇറ്റാലിക്കിന്, അണ്ടർലൈൻ, ഇങ്ങനെ കുറേ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു 3-4 വരികൾ ആ ടാഗുകളാണ്. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വായിച്ചുകൊണ്ട് പോകണം. നമുക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. എല്ലാം ഒരേ കണക്ക് സിമിലർ ആയിട്ടുള്ള ടാഗുകളാണ്. ആ ടാഗുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിക്കൊണ്ട് പോകും. അതുകൂടി നമ്മൾ 4ാമത്തെ സെക്ഷനായ വെബ് ടെക്നോളജിയും കഴിയും. പിന്നെ നമ്മൾ പോകുന്ന വെബ് ഡിസൈനിങ്ങിലാണ്. വെബ് ഡിസൈനിങ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? OL എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ടാഗ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ലിസ്റ്റിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? LA ഉപയോഗിക്കും, മറക്കരുത്. അൺഓർഡർ ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ടാഗാണ്? UL ടാഗാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? LA തന്നെയാണ്. അടുത്ത നമ്മൾ ടാഗാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? DL ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിക്കുന്ന DD ആണ്. ഓരോ ഡെഫിനിഷൻ ടേമിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? D2 ഉപയോഗിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടാഗുകൾ ചെയ്യുന്നതിനും എന്ത് ചെയ്യുക നോക്കുക. വളരെ സിമ്പിളായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലിസ്റ്റ് ടാഗ് ലിസ്റ്റ് ചെയ്യുന്നത്. ഓർഡർ ലിസ്റ്റിന് OLഉം LA ഉപയോഗിക്കും, അൺഓർഡർ ലിസ്റ്റിന് ULഉം LA ഉപയോഗിക്കും, ഡെഫിനിഷൻ ലിസ്റ്റിന് നമ്മൾ DL ഉപയോഗിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മറക്കാതെ നോക്കിക്കൊണ്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഷുവറായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ ടാഗിങ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ടേബിൾ ടാഗ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ടല്ലേ? ടേബിൾ കണ്ടന്റ് TD, ടേബിൾ ഹെഡിങ് നമ്മൾ TH. അപ്പോൾ ടേബിൾ അതിൽ തന്നെ സെൽസ് പാഡിങ് വരുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് പോകണം. കോൾ സ്പാൻ, റോ സ്പാൻ ക്രിയേറ്റ് ചെയ്യുന്നതും സെൽസ് പാഡിങ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചുകൊണ്ട് പോകണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ടേബിൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ മിക്കവാറും വരാനുള്ള സാധ്യത കുറവാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടാഗുകളും ടേബിൾ ഹെഡിങ് TH ആണെന്നും TD ആണെന്നും ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇമേജ് ടാഗ്. നമുക്ക് ഇമേജ് പിക്ചേഴ്സ് മറ്റ് കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ IMG ടാഗ് ഉപയോഗിക്കാം. വീഡിയോസ് ഇൻസേർട്ട് ചെയ്യണം നമുക്ക് എംബഡ് ടാഗ് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് എന്താണ് ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML വരുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വെബ് ഡിസൈനിങ് വരുന്ന ലിസ്റ്റ് ഓഫ് ടാഗ്സ്, OL ടാഗ്, UL ടാഗ്, DL ടാഗ് മറക്കാതെ അതിലെ പ്രോബ്ലം നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് തന്നെ പോകണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതേപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ടേ പോവും. ടേബിൾ ടാഗ് TDയും THും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിക്കൊണ്ട് പോവുക. പിന്നെ പിക്ചറുകളും മറ്റും ഇൻസേർട്ട് ചെയ്യുന്ന IMG ടാഗും വീഡിയോ ഇൻസേർട്ട് ചെയ്യുന്ന എംബഡ് ടാഗും ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കരുത്, നോക്കാതിരിക്കരുത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന 6ാമത്തെ ചാപ്റ്ററാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അടുത്ത നമുക്ക് എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റിലേക്ക് പോവാം. എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ടാഗ് എന്നാൽ എന്താണ് സ്ക്രിപ്റ്റ് ടാഗ്?
സ്ക്രിപ്റ്റ് ടാഗ് എന്താണ് സ്ക്രിപ്റ്റ് ടാഗ്? പ്രോഗ്രാം കോഡ് റിട്ടേൺ ഇൻസൈഡ് HTML ടാഗ്. HTML ടാഗ്സിൻ്റെ ഇടയിൽ നമ്മൾ പ്രോഗ്രാം കോഡുകൾ കൊടുക്കുന്നു. നമ്മൾ ഈ പറയുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻ നെറ്റിൽ സെർച്ച് ചെയ്യുന്നവരാണ്, വെബ് പേജുകൾ കാണുന്നതാണ്. ഒരുപാട് വെബ് പേജുകൾ നമ്മളെ ഫോംസും മറ്റു കാര്യങ്ങളും നമ്മൾ യൂസർ നെയിമും പാസ്വേഡോ കൊടുക്കുന്ന ഫോമുകളെല്ലാം ജാവാസ്ക്രിപ്റ്റിനാൽ നിർമ്മിതമായതാണ് മിക്കതും. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ഫോമുകൾ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വെബ് പേജ് HTML ടാഗുകളുടെ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം കോഡുകളെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ബേസ് ചെയ്ത് പഠിച്ചു പോകുന്നതാണ് എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ അതിൻ്റെ ഡേറ്റാ ടൈപ്പുകൾ നോക്കിക്കൊണ്ട് പോകണം. ഡേറ്റാ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഡേറ്റാ ടൈപ്സ് നോക്കണം. പിന്നെ അതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിക്കൊണ്ട് പോകണം. ഡേറ്റാ ടൈപ്പ് നമ്പർ, സ്ട്രിങ്, ബൂളിയൻ എല്ലാ നമ്പേഴ്സും ഫാൾ അണ്ടർ ദിസ് കാറ്റഗറി എന്നാണ് ഡേറ്റാ ടൈപ്പ് നമ്പറിൽ പറയുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ്ങിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ കാര്യങ്ങളും സ്ട്രിങ്ങിൽ വരും. ബൂളിയന് ട്രൂവും ഫാൾസും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡേറ്റാ ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്ത് ചെയ്യുക മറക്കാതെ ജാവാസ്ക്രിപ്റ്റ് ഡേറ്റാ ടൈപ്പ് നോക്കിക്കൊണ്ട് പോകാം. നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. പിന്നെ നമ്മൾ പറയുന്ന കാര്യം ജാവാസ്ക്രിപ്റ്റിന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് അല്ലേ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് അലേർട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അലേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ക്യാരക്ടർ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ എന്താണ് ഈസ്നാൻ ഫംഗ്ഷൻ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക ഉറപ്പായിട്ട് നോക്കുക. വളരെ എളുപ്പമാണ്. അതായത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 1-2 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം എന്ത് ചെയ്യുക വായിച്ചുകൊണ്ട് പോകാം. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് അവരവരുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക അത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഈസ്നാൻ ഫംഗ്ഷൻ നമ്പർ ഓർ നോട്ടാണ് നോക്കുന്ന ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ, അലേർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡിസ്പ്ലേ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിൻ്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എല്ലാം എല്ലാവരും എന്ത് ചെയ്യുക നോക്കുക. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ഡേറ്റാ ടൈപ്സും നോക്കുക. ബാക്കിയെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിലും ഈ റിവ്യൂ C++ പ്രോഗ്രാമിംഗ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയി ഇഫും ഫോറും വൈലും ഡുവയിലും അങ്ങനെയൊക്കെയുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെയാണ് പിന്നെ ജാവാസ്ക്രിപ്റ്റ് വരുന്നത്. അതൊക്കെയും ജസ്റ്റ് എന്ത് ചെയ്യുക നോക്കിക്കൊണ്ട് പോവുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 7 വെബ് ഹോസ്റ്റിംഗ് ആണ്. വളരെ ചെറിയൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 7 വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് 3 തരത്തിലുള്ള ഹോസ്റ്റിങ്സ് ആണ് വരുന്നത്. 3 തരത്തിലുള്ള ഹോസ്റ്റിങ്സിൽ നമുക്ക് എന്തൊക്കെ പറയാം? ഷെയർഡ് ഹോസ്റ്റിംഗ് പറയാം, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് പറയാം, വിർച്വൽ പ്രൈവറ്റ് സെർവർ പറയാം അല്ലേ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോസ്റ്റിംഗ് ആണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഒരുപാട് വെബ്സൈറ്റുകൾ ഒരു സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ചീപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ട്രാഫിക്കുള്ള വെബ്സൈറ്റ് അതിൽ ഷെയർഡ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സൈറ്റുകളും ബ്ലോക്കായി മൊത്തത്തിൽ എന്താണ് കുഴപ്പം സംഭവിക്കും. എന്നാൽ ഡെഡിക്കേറ്റഡ് അങ്ങനെയാണോ? ഒരു വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സെർവറിലായിരിക്കും. അതുകൊണ്ട് എത്രയധികം ബാൻഡ് വിത്ത് കൂടുതലായിരിക്കും. ഒരുപാട് പേര് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ സെർവറിന് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷേ എക്കണോമിക്കലി എന്താണ് സംഭവിച്ചിട്ട് കൂടുതലാണ്, ഹൈ കോസ്റ്റ് ആണ് ഡെഡിക്കേറ്റഡ് സെർവർ. എന്നാൽ വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണെങ്കിലോ ഒരേ സമയം നമുക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? നമുക്കൊരു ഡെഡിക്കേറ്റഡ് സെർവറായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ആക്ച്വലി പുള്ളിക്കാരൻ എന്താണ് ഒരു ഷെയർഡ് സെർവറാണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാറില്ല. ആ ഒരു കൺസെപ്റ്റാണ് എന്തിൽ ഉപയോഗിക്കുന്നത്? ഹോസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഹോസ്റ്റിംഗ് നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. 2-3 വീഡിയോ കണ്ട് അതങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ എഴുതുക ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു സെർവർ ഒരു സൈറ്റിൽ ഹോസ്റ്റ് ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ട്രാഫിക് വളരെ കുറവായിരിക്കും, പക്ഷേ എക്കണോമിക്കലി ഹൈ കോസ്റ്റ്. ഷെയർഡ് ആണെങ്കിലോ ഒട്ടനവധി വെബ്സൈറ്റുകൾ ഒരു വെബ് സെർവർ യൂസ് ചെയ്യുന്നു. എന്നാൽ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്ന ആൾ ആരായിട്ട് ആക്ട് ചെയ്യും? ഡെഡിക്കേറ്റഡ് സെർവറായിട്ട് ആക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡെഡിക്കേറ്റഡ് സെർവറായിട്ട് നമ്മൾ വിചാരിക്കും എന്താണ് ഡെഡിക്കേറ്റഡ് ആണ്, പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്താണ് ഷെയർഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ നമ്മളായിരിക്കും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണിക്കുകയാണ്. പക്ഷേ അതേ കണക്കുള്ള രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണല്ലേ. കാരണം അറ്റ് എ ടൈം ഡെഡിക്കേറ്റഡ് സെർവറിൻ്റെ ഗുണം നമുക്ക് ചെയ്യുകയും ചെയ്യും, എന്നാൽ നമുക്ക് ഷെയർഡ് ആയിട്ട് എന്ത് ചെയ്യുകയും ചെയ്യാം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു ഹോസ്റ്റിംഗ് ഒക്കെ പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഉണ്ട്. കാരണം ഒരു ഇങ്ങനെയൊക്കെ ഒരു ആക്ച്വലായിട്ട് നമുക്ക് സൂപ്പറായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് റെസ്പോൺസീവ് വെബ് ഡിസൈനിങ്ങും. അങ്ങനെയുള്ള 1-2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാലും നിങ്ങൾ വെബ് ഹോസ്റ്റിംഗ് നോക്കിക്കൊണ്ട് പോവുക. അത് നമ്മൾ പോകുന്ന ചാപ്റ്റർ നമ്പർ 8 ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ്. അത് DBMS ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡേറ്റാബേസ് എന്നാൽ എന്തെങ്കിലും ഇഷ്ടംപോലെ ഡേറ്റാസ്, ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റാസ് നമ്മൾ റെക്കോർഡുകളായിട്ടോ ഫയലുകളായിട്ടോ ഒക്കെ സൂക്ഷിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ഡേറ്റാബേസ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ സ്റ്റോറിലും ഇതുപോലെ ഒരുപാട് ഗ്രോസറി ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ഡേറ്റ അവർ ബാർകോഡിലൊക്കെ ബില്ലടിച്ച് നമുക്ക് തരാറുണ്ട്. അവർ അതിൻ്റെയൊക്കെ ഡേറ്റാബേസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നത് അങ്ങനെ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റാബേസിനെ പറ്റിയും ആ ഡേറ്റാബേസിൻ്റെ അഡ്വാൻറ്റേജ്, ഡേറ്റ നമുക്ക് ഷെയർ ചെയ്യാം, ഡേറ്റ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും, റിഡൻഡൻസി ആവർത്തിച്ചുള്ള ഡ്യൂപ്ലിക്കേഷനുകൾ ഡേറ്റയ്ക്ക് ഇല്ല. അതൊക്കെ കമ്പ്യൂട്ടറൈസ് ഡേറ്റാ പ്രോസസ്സിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ആവർത്തിച്ചുള്ള കാര്യങ്ങൾ വരാം. പക്ഷേ ഡേറ്റാബേസ് എപ്പോഴും എന്തായിരിക്കും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അത് ഡേറ്റാബേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡേറ്റാബേസിൽ നമുക്ക് എവിടേക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ ഡേറ്റാബേസിൽ തന്നെ വരുന്ന കാര്യമാണ് ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഫിസിക്കൽ ലെവൽ ഹൗ ഡേറ്റ ഇസ് ആക്ച്വലി സ്റ്റോർഡ്. ഡേറ്റ നമ്മൾ എന്താണ് എങ്ങനെ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളതാണ് ഹൗ ഡേറ്റ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ് നമ്മുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ ലോജിക്കൽ ലെവലിൽ പറയുന്നത്. വ്യൂ ലെവലിൽ ജസ്റ്റ് നമ്മൾ ഡേറ്റ എന്തെങ്കിലും ജസ്റ്റ് വ്യൂ ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അതിൽ കാർഡിനാലിറ്റി ഉണ്ട്, പിന്നെ ട്യൂപ്പിൾസ് ഉണ്ട്, റോ ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിക്കൊണ്ട് പോവുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത്
നമ്പർ ഓഫ് റോസിന് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നു, അതേപോലെ നമ്പർ ഓഫ് കോളംസിന് നമ്മൾ എന്താണ് ഡിഗ്രി എന്ന് പറയുന്നു. അതേപോലെ തന്നെ കീസ് ഉണ്ട്, പ്രൈമറി കീ, ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ. പ്രൈമറി കീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ക്യൂബ് എന്നൊരു യൂണിക് കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാൻഡിഡേറ്റ് കീ, ഫോറിൻ കീസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രൈമറി കീ തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ചാപ്റ്റർ 8 ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചാപ്റ്റർ 9 SQL ഉണ്ട്. SQL നമ്മൾ പറയുന്ന സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനും കൂട്ടുകാർ ഇത് പഠിച്ചിട്ടുള്ളതാണ്. കൂട്ടുകാർ SQL ഇത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് കൂട്ടുകാർക്ക് എന്താണ് ഈ കാര്യങ്ങൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ 9 SQL അഥവാ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് ആണ്. SQL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം കൂടെ SQL ചെയ്തിട്ടുള്ള കൂട്ടുകാർക്ക് ഒരുവിധം പരിചിതമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് SQL എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. SQL നമ്മൾ എന്താണ് ചെയ്യുന്നത്, സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. SQL നമ്മൾ 3 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL, ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജ് എന്താണ് ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജ് DML. അപ്പം DCL, DDL, DML ഇങ്ങനെ 3 രീതി നമ്മൾ എന്താണ് SQLനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL? നമ്മൾ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് എന്ന് മുതലേ പ്രാഥമികമായിട്ടുള്ള കമാൻഡുകൾ ക്രിയേറ്റ് ചെയ്യുക, ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുക, ടേബിളിനെ ആൾട്ടർ ചെയ്യുക, ടേബിളിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ കൊടുക്കുന്നത്. അടുത്ത സാധനമാണ് ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജ്. ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജ് നമ്മൾ എന്താ കൊടുക്കാം, ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ഞങ്ങൾക്ക് സെലക്ട് കൊടുക്കാം, ഇൻസേർട്ട് കൊടുക്കാം, അപ്ഡേറ്റ് കൊടുക്കാം, ഡിലീറ്റ് കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജ് ചെയ്യും. അടുത്ത ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് നമ്മൾ ഗ്രാൻഡ്, റിവർക്ക് എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും. ആ കൺട്രോളിൻ്റെ അധികാരപരിധി ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 ടേംസ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേറ്റിംഗ് ലാംഗ്വേജ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതിനൊക്കെയുള്ള കമാൻഡുകൾ, ഡേറ്റ ടൈപ്സുകൾ, SQLിൻ്റെ ഡേറ്റ ടൈപ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് ഡേറ്റ ടൈമൊക്കെ SQLിൻ്റെ ഡേറ്റ ടൈപ്പിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോവുക. പിന്നെ SQL ഉപയോഗിച്ചുള്ള കമാൻഡുകൾ, SQLിൽ നമ്മുടെ ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യാനും 5 വരെ സെലക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. അപ്ഡേറ്റ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനും കംപ്ലീറ്റ് ടേബിളിനെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള കമാൻഡുകൾ കാണും. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ കമാൻഡുകളെല്ലാം എന്ത് ചെയ്തുകൊണ്ട് പോകണം, നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് 6 മാർക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് SQL എന്നുള്ളത്. അതുകൊണ്ട് മസ്റ്റായിട്ട് SQL പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കിക്കൊണ്ട് പോവുക. കൂടുതൽ SQL സംബന്ധമായ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യുക. കാരണം വീഡിയോയിൽ ലെങ്ത് വളരെയധികം കൂടിപ്പോകുന്നതാണ്. മാക്സിമം 10 ചാപ്റ്ററും നമുക്കൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ പറഞ്ഞു പോകേണ്ടതുകൊണ്ടാണ് ഇത്രയും സ്പീഡപ്പായിട്ട് പോകുന്നത്. സ്പീഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വളരെ സ്ലോയിൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് അപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ബോർഡ് ആവും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഫാസ്റ്റായിട്ട് എടുത്ത് പോകുന്നത് കേട്ടോ. അടുത്ത ചാപ്റ്റർ 10 എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അഥവാ ERP ആണ്. അവിടെ നമ്മൾ ERPയുടെ കുറേ ഫംഗ്ഷൻസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചുകൊണ്ട് പോകണം. ERP ഫംഗ്ഷൻസ്, പ്രീ വാല്യൂഷൻ, ടെസ്റ്റ് മുതലായ കാര്യങ്ങൾ, നമുക്കൊരു ബിസിനസ് സിസ്റ്റം എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, എങ്ങനെ റീ എഞ്ചിനീയറിംഗ് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യനിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ERP പാക്കേജസ് ടാലി, ഓഡോ, സാപ്പ്, സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാപ്പ് എന്നൊക്കെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടാലി, ഓഡോ, സാപ്പ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നോക്കുക. അതൊക്കെ ERP പാക്കേജസിൽ വരുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, കുറേ കൂടെ മെച്ചപ്പെടുത്താം, കുറേ കൂടെ ആധുനികരിക്കാം അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റർപ്രൈസ് പ്ലാനിങ് അവസാനത്തെ പാഠമാണ്. അത് നമ്മൾ 3rd ടേമിൽ നമ്മൾ എക്സാം എഴുതാത്ത ഒരു സെക്ഷനാണ്, നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിനുള്ള ചോദ്യങ്ങളല്ല, പ്രീ വാല്യൂഷൻ അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചുകൊണ്ട് പോകണം. അതേ ഞാൻ ഈ പറഞ്ഞ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നോക്കിക്കൊണ്ട് പോകണം. ERP പാക്കേജസ് എല്ലാം എന്ത് ചെയ്യണം, നോക്കിക്കൊണ്ട് പോകണം. അപ്പോൾ 1 to 10 ചാപ്റ്റേഴ്സ് ഒരുതപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ സ്പീഡായി പോയിട്ടാണെന്ന് എനിക്കറിയാം. എന്നാൽ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരും അതൊക്കെ ശ്രമിക്കുക. എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ഇതെല്ലാം വീട്ടിൽ പോയി നല്ല വൃത്തിയായിട്ട് വായിക്കാൻ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ്സും നോക്കുക. ഡൗട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. മാക്സിമം എന്നെക്കൊണ്ടാവുന്ന ഹെൽപ്പുകളും മറ്റുമൊക്കെ ഞാൻ ചെയ്തു തരാം. ദയവായിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഉറപ്പായിട്ടും നല്ല മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ഒരു കുഴപ്പമില്ലാതെ വിജയകരമായ രീതിയിൽ തന്നെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷെർബി താജ്.